ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നേതൃവേദിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് നൽകിയ വിലപ്പെട്ട സമയത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി എഫേസ്യ ലേഖനം 1 അധ്യായം 17 മുതൽ 19 വരെ വായിക്കുന്നു. നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദർശി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൽ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് എഫെസോസിലെ വിശ്വാസികൾക്ക് എഴുതിയ ഒരു കത്തിൻ്റെ ഒരു ഭാഗമാണ് നാം വായിച്ചത്. എൻ്റെ ആരംഭ ഭാഗം. അവിടെ ഞാൻ പറയുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? പൗലോസിൻ്റെ പ്രാർത്ഥന എന്തിനു വേണ്ടിയാണ്? വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പറയുന്നു. ഞാൻ അതിൻ്റെ മറ്റു പശ്ചാത്തലമൊന്നും വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മഹത്വമുള്ള പിതാവ്, അല്ലെങ്കിൽ 17-ാം വാക്യത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ എന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് തരണം? നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരണം. അതിനുശേഷമാണ് ഹൃദയദർശിയുടെ പ്രകാശനമൊക്കെ. ഞാൻ മുൻപൊരിക്കൽ എൻ്റെ ഓർമ്മ ശരിയാണ് 2-3 വീഡിയോ ഹൃദയദർശി പ്രകാശിക്കുന്നതിനെ കുറിച്ച് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. മാത്രമല്ല ഈ 17-ാം വാക്യത്തിൽ മാത്രം ശ്രദ്ധിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ നിന്ന് ചില ഉൾക്കാഴ്ചകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നപ്പോൾ അത് എല്ലാവരുമായും പങ്കുവെക്കണം എന്ന് തോന്നി അതിനൊരുമ്പെടുന്നു. ഇവിടെ നാം കർത്താവായ പിതാവും കർത്താവായ യേശുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായ തേജസ്സിൻ്റെ ദൈവം എന്ത് ചെയ്യുന്നു? നമുക്ക് എന്ത് തരണം? പൗലോസ് ഇത് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഇന്നത് കൊടുക്കണമേ എന്ന എഫെസോസിലെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കുകയും തന്നിൽ പ്രായോഗികമാകുകയും ചെയ്തത് മറ്റുള്ളവർക്കും കിട്ടണം എന്നുദ്ദേശിച്ചാണ് താൻ പ്രാർത്ഥിക്കുന്നത്. എഫേസ്യ ലേഖനത്തിൽ പ്രധാനമായി 2 പ്രാർത്ഥനകളാണ്. ഒന്ന് ഈ 17 മുതൽ 19 വരെ. ഇതൊന്ന് 3-ാം അധ്യായത്തിലും 16-ാം വാക്യം മുതൽ താഴോട്ട്. ആദ്യത്തേത് അവർക്ക് പ്രകാശനം, ഹൃദയദൃഷ്ടി പ്രകാശിക്കാൻ. രണ്ടാമത്തേത് ആത്മശക്തിയെ അനുഭവപ്പെടാൻ, അല്ലെങ്കിൽ ആദ്യത്തെ എൻലൈറ്റൻമെൻറ്റ്, രണ്ടാമത്തേത് അവർക്ക് എഡിഫൈ, സ്ട്രെങ്തനിങ്. അപ്പോൾ ഇത് 2 വിഷയത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തതാണ്. അത് 17-ാം വാക്യത്തിൽ ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരിക്കും. അവിടെ പറയുന്നത് പിതാവായ ദൈവം നമുക്ക് എന്ത് തരണം? നമുക്ക് ദൈവത്തിൽ നിന്ന് എന്താണ് വേണ്ടത്? തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് തരണം. അവനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ പല വെർഷനും നോക്കിയപ്പോൾ അല്ലെങ്കിൽ പരിജ്ഞാനത്തിൽ എന്ന് തന്നെയാണ് കാണുന്നത്. ഈ പരിജ്ഞാനം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതുമൂലം അതിൽ നമുക്ക് 2 കാര്യം തരണം എന്ന് പൗലോസ് പ്രാർത്ഥിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവനെ അനുഭവപ്പെട്ടതാണ്, അവൻ അനുഭവിച്ചതാണ് തൻ്റെ ജനത്തിനും ഉണ്ടാകണം എന്ന് പൗലോസ് പറയുന്നത്. അതെന്താണ്? തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനം ആദ്യം ഉണ്ടാകണം. പരിജ്ഞാനം എങ്ങനെയാണ് ഉണ്ടാകുക? ഏത് വിഷയത്തെ സംബന്ധിച്ചാണെങ്കിലും ഏത് വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിലും പരിജ്ഞാനം ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ പരിചയത്തിൽ നിന്നുള്ള ജ്ഞാനം ഒറ്റ മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ടോ 1 ദിവസം കൊണ്ടോ ഉണ്ടാകുന്നതല്ലല്ലോ പരിജ്ഞാനം. അറിവ്, കേട്ടറിവ്, കണ്ടറിവ്, ഇങ്ങനെ പലതരം അറിവുകളുണ്ട്. പക്ഷേ അത് പരിജ്ഞാനമാകുന്നില്ല. പരിജ്ഞാനം എന്ന് വരുമ്പോൾ നിരന്തരമായ സമ്പർക്കത്തിൽ നിന്നാണ് ഉണ്ടായത്. ഞാനിങ്ങനെ പറയാറുണ്ട്,
ഒരു സാധാരണ അത് ഒന്ന് ബോധ്യപ്പെടുത്താൻ പറയുന്നതാണ്. ഇപ്പോൾ ആദ്യമായി കല്യാണം കഴിച്ചു, നവദമ്പതികൾ രണ്ടുപേര് കണ്ടു. ഒരു ദിവസത്തെ കാഴ്ചയാണ്. പെണ്ണും ചെറുക്കനും കണ്ടു, അവരെ കല്യാണം ആലോചിച്ചു, അല്ലെങ്കിൽ അവർ ബന്ധപ്പെട്ട ഒരു ചുരുക്കം പേര് കണ്ടു, കല്യാണം ആലോചിച്ചു, നടത്തി. പക്ഷേ അതുകൊണ്ട് അവരുടെ പരിജ്ഞാനമാകുന്നില്ല. ആളിനെ ശരിക്കറിയുന്നത് ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങുമ്പോഴാണ്. അപ്പോഴാണ് ശരിയായ സ്വഭാവം അല്ലെങ്കിൽ പരിചയത്തിൽ നാൾക്ക് നാൾ മുന്നോട്ട് പോകുമ്പോഴാണ് പരിചയം കൂടുക. ഞാൻ അതിനെക്കുറിച്ചും പറയാനുള്ളത്, അത് രണ്ട് രീതിയിൽ ഉണ്ടാകാം. ഒന്ന് രണ്ടുപേരും നാൾക്ക് നാൾ അന്യോന്യം അറിയുമ്പോൾ രണ്ട് രീതിയിൽ, ഒന്ന് ശരിയായിട്ട് സ്നേഹത്തിൽ വർദ്ധിക്കും, ബന്ധത്തിൽ ദൃഢതയുണ്ടാകും. രണ്ട്, ബന്ധത്തിൽ വിള്ളലുണ്ടാകും. ഇന്നത്തെ കാലത്ത് നാം കാണുന്നല്ലോ, ഡിവോഴ്സിനൊക്കെ കാരണമാകുന്നത് ബന്ധം ശരിയാകുന്നില്ല. അത് സാധിക്കുന്നത് അവർ തമ്മിലുള്ള അന്യോന്യം അറിയുന്ന അറിവ് കൂടുമ്പോഴാണ്, അല്ലെങ്കിൽ പരിജ്ഞാനത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ്, സമ്പർക്കത്തിൽ കുറച്ച് നാൾ ചെലവഴിക്കുമ്പോൾ. ഇതേപോലെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ആത്മീയ ജീവിതത്തിന്റെ ശരിയായ വശം മനസ്സിലാക്കുന്നത്. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് ഒന്ന് കൈ പൊക്കിയതുകൊണ്ടോ അല്ലെങ്കിൽ തീരുമാനമെടുത്തതുകൊണ്ടോ ദൈവത്തെ അറിയണമെന്നില്ലല്ലോ, അറിവ് പൂർണ്ണമാകുന്നില്ലല്ലോ. അപ്പോൾ ഇനി പൗലോസ് പറഞ്ഞത് എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത എന്നാണ്. അല്ലെങ്കിൽ അത് അവനിലോട്ട് നാളെ പിടിച്ചു, തുടർച്ചയായി നിരന്തരമായ ബന്ധത്തിൽ നിന്നാണ് അതുണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോഴേ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമുക്ക് അത് നമ്മളിൽ നിന്നുണ്ടാകുന്നതല്ല, നമുക്ക് തരേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ പറഞ്ഞ് പരിജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരണം. അപ്പോൾ കർത്താവിനെ അറിയുക, അല്ലെങ്കിൽ യേശുവിനെ കണ്ടെത്തിയ നാൾ മുതൽ ദൈവവുമായുള്ള നിരന്തര ബന്ധത്തിൽ നിന്നാണ് നമുക്ക് അവനെ ശരിയായി അനുഭവിച്ചറിയാൻ കഴിയുന്നത്. കേട്ടറിവ്, കണ്ടറിവ്, തൊട്ടറിവ്, പിന്നെ അനുഭവിച്ചറിവ്. അപ്പോൾ അനുഭവത്തിൽ, നാൾക്ക് നാൾ പരിചയത്തിൽ, ബന്ധത്തിൽ. അപ്പോൾ പരിജ്ഞാനം വർദ്ധിക്കുന്നത്, ആളിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത് നിരന്തര സമ്പർക്കത്തിലാണ്. അങ്ങനെ വരുമ്പോൾ ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനത്തിൽ നാം വളരണമെന്ന് അപ്പോസ്തലൻ തനിക്ക് അനുഭവിച്ച പോലെ, അല്ലെങ്കിൽ തനിക്ക് അനുഭവപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, നിന്നെക്കുറിച്ചുള്ള പരിജ്ഞാനം ജനം പ്രാപിക്കണം. അങ്ങനെ വരുമ്പോൾ അവനെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകുമ്പോൾ എന്താ ഉണ്ടാകുന്നത്, എന്താ അനുഭവപ്പെടുന്നത്, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? യോബിനോട് ചോദിച്ചാൽ അദ്ദേഹം ഒരു കാര്യം പറയും. 42-ാം അധ്യായം 5-ഉം 6-ഉം വാക്യവും 40-ാം അധ്യായം 4-ാം വാക്യവും വായിക്കുമ്പോൾ ഒരു കാര്യം കാണുന്നുണ്ട്. അവനുണ്ടായ കഷ്ടങ്ങളെല്ലാം അറിയാം. വളരെ അന്ന് കിഴക്ക് ദേശക്കാൽ അല്ലെങ്കിൽ ഊസ് ദേശത്ത് ഉള്ളതിൽ യോബിനെ പോലെ വിശുദ്ധൻ ആരുമില്ല. ദൈവഭക്തൻ, ദോഷം വിട്ടുള്ള നല്ല മനുഷ്യൻ. പക്ഷേ ഈ തനിക്ക് വളരെ കഷ്ടതയും പ്രയാസവും ഉണ്ടായി. എല്ലാത്തിനും അവസാനം അവൻ്റെ ദൈവം ചൊല്ലിക്കറ്റിൽ നിന്ന് അവനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ പറഞ്ഞത്, 40-ാം അധ്യായത്തിൽ പറഞ്ഞു, അയ്യോ ഞാൻ നിസ്സാരണല്ലോ, ഞാൻ കൈ കണ്ട് വായു പൊത്തിക്കൊള്ളുന്നു, മിണ്ടത്തില്ല. 42-ാം അധ്യായത്തിൽ പറഞ്ഞത്, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്നെ കണ്ണാൽ നിന്നെ കാണുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ തന്നെ പുറത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു. അപ്പോൾ ദൈവത്തെക്കുറിച്ച് കേട്ട അറിവ് ആണ് അവനുണ്ടായിരുന്നത്. 31-ാം അധ്യായത്തിൽ ഒരു ലിസ്റ്റ് പുള്ളി നിർത്തുന്നു. തൻ്റെ നീതിയുടെ, തൻ്റെ ഭക്തിയുടെ, തൻ്റെ ജീവിതത്തിൽ താൻ കുറ്റമറ്റ് ജീവിച്ചാണ് എന്നും പറഞ്ഞിട്ട് അവസാനം ഇതാ എൻ്റെ കയ്യൊപ്പ് എന്ന് പറയുന്നത് കാണാം. എന്നാൽ അതേ യോബാണ് 42-ാം അധ്യായത്തിൽ ദൈവനോട് നേരിട്ട് ഇടപെട്ടപ്പോൾ പറയുന്നത്, അയ്യോ കർത്താവേ, ഞാൻ തെറ്റിപ്പോയി. കാരണം ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടുള്ളൂ, ഇപ്പോഴാണ് കാണുന്നത്. ഇത്തരം നാൾ ഞാൻ സാധാരണ പറയുക സങ്കല്പത്തിൽ,
എൻ്റെ സങ്കല്പത്തിൽ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ സങ്കല്പമായിരുന്നു എനിക്ക്. ഇപ്പോൾ യാഥാർത്ഥ്യമായി നിന്നെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് എന്നത്തിനെ പൊറുക്കുന്നു, എന്നത്തെ ഞാൻ പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു. എനിക്ക് പറയാനൊന്നുമില്ല, ഒരവകാശവാദവുമില്ല. ചുരുക്കി പറഞ്ഞാൽ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മിൽ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിനോട് നാം അടുത്ത് മുന്നേറുമ്പോൾ, ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അവിടെ എഴുതിയിരിക്കുന്നത്, അത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കർത്താവ് പറഞ്ഞല്ലോ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, കർത്താവിനെ അറിയേണ്ട അറിവ് നമ്മളിൽ വർദ്ധിക്കുമ്പോൾ അത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമാകുന്നല്ലോ. അങ്ങനെ വരുമ്പോൾ അങ്ങനെ അനുഭവപ്പെടുന്ന ദൈവത്തിൽ കേൾവി മാത്രം കേട്ട് മുന്നോട്ട് പോയവൻ ദൈവത്തെ മുഖാമുഖം കാണുന്ന അനുഭവം ജീവിതത്തിൽ വന്നപ്പോൾ പറയുകയാണ്, അയ്യോ ഞാൻ പൊടിയിൽ കിടന്ന് അനുഭവിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അവകാശവാദങ്ങളെല്ലാം ഒന്നുമില്ലാതാവും. ആ ആത്മീയ പരിജ്ഞാനത്തിൽ, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ ഞാനും നിങ്ങളും മുന്നോട്ട് നീങ്ങിയാൽ നമ്മുടെ അവകാശവാദങ്ങൾക്കൊന്നും അവിടെ സ്ഥാനമില്ല. വെറും പൊടി. ഇന്ന് നാം ആത്മീയ മണ്ഡലത്തിൽ കേൾക്കുന്ന എന്തെല്ലാം അവകാശവാദങ്ങൾ. അതിന് കാരണം ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനം നമുക്ക് ഉണ്ടാകുന്നില്ല. ആ പരിജ്ഞാനം ഉണ്ടായാൽ നമുക്കൊന്നും പറയാനില്ല. ഞാൻ ഒന്നുമില്ലാത്തവൻ, ഞാൻ ഏതുമില്ലാത്തവൻ. മാത്രമല്ല ആ പരിജ്ഞാനം കൊണ്ടോ മറ്റൊരു കാര്യം കൊണ്ടാണ്. പൗലോസിനോട് ചോദിച്ചാൽ, പൗലോസേ, എൻ്റെ കർത്താവായ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചവർന്ന് നിന്നു. അപ്പോൾ ഞാനൊന്നുമില്ല, ഞാൻ ഏതുമില്ല, എൻ്റെ നീതി ഒന്നുമില്ല, എൻ്റെ ഭക്തി ഒന്നുമില്ല, ഞാൻ ഏതുമില്ലാത്തവൻ എന്ന ബോധം ഉണ്ടാകുന്നത് മാത്രമല്ല, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് ഉണ്ടായാൽ, ശരിയായ പരിജ്ഞാനം അതിൽ വളർന്നാൽ നമുക്ക് ഉണ്ടാകുന്ന വേറൊരു എല്ലാം ചവർന്ന് നിന്നു. സ്ഥാനം, മാനം, അംഗീകാരം, പദവികൾ, ലോകത്തിൻ്റെ എല്ലാം, ധനം, സുഖം എല്ലാം ചവർന്ന് നിന്നു. ഇന്ന് നാം കാണുന്നതോ ലോകത്തിൽ പലതും പിടിച്ചടക്കാൻ വേണ്ടി ബന്ധപ്പെടുന്നില്ലേ? അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്തതുകൊണ്ടാണ്. അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിയാത്തത് കൊണ്ടാണ് ചവറിൻ്റെ പുറകെ പോകുന്നത്. പൊതുവിൽ ആത്മീയ മണ്ഡലത്തെല്ലാം കാണുന്നതാണല്ലോ. അവൻ്റെ നാമം ഉപയോഗിച്ച് കാശുണ്ടാക്കാൻ, അംഗീകാരം ഉണ്ടാക്കാൻ, സ്ഥാനം ഉണ്ടാക്കാൻ ബന്ധപ്പെടുന്നു. പക്ഷേ ഇവിടെ ഈ 17-ാം വാക്യത്തിൽ എഫേസ്യർ 1:17 പൗലോസ് പറഞ്ഞിരിക്കുന്നത് നാം നോക്കുകയാണെങ്കിൽ, തന്നെക്കുറിച്ച് പരിജ്ഞാനത്തിൽ, അല്ലെങ്കിൽ അവനുമായുള്ള സമ്പർക്കത്തിൽ, അവനെ അനുഭവിച്ചറിയുന്നതിൽ, നിരന്തരം അവനുമൊത്ത് ജീവിക്കുന്നതിൽ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്നതാണ്. പൗലോസ് പറഞ്ഞ പോലെ ഫിലിപ്പിയർ 3-ാം അധ്യായത്തിൽ ഒക്കെ വിശദമായി പറയുന്നല്ലോ, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ച് പരിജ്ഞാനം മാത്രമൊന്നല്ല, പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത. ഒരിക്കലും ഒരു 10-ാം ക്ലാസ്സുകാരൻ്റെ അറിവും PhD-ക്കാരൻ്റെ അറിവും ഒന്നല്ലല്ലോ. ഇതേപോലെ കർത്താവായ യേശുവിനെ അനുഭവിച്ചറിയുന്ന ആ അനുഭവത്തിൽ നാം മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും പൗലോസ് പറഞ്ഞ പോലെ പറയാൻ നമുക്ക് കൂടിയാകും. എനിക്ക് ലാഭമായതെല്ലാം ഛേദമെന്ന് എന്നീന്ന് അവൻ പറഞ്ഞു. മാത്രമല്ല ഞാൻ ചവറന്നുണ്ടെന്നും പറഞ്ഞു. അത് മാത്രമല്ല മറ്റു കാര്യങ്ങൾ പൗലോസ് പറഞ്ഞായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിലുണ്ടല്ലോ, എഫെസോസിലെ സഭയുടെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തിയാണ് അവരോട് പറഞ്ഞത്, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയുവാൻ കർത്താവായി വന്ന ശുശ്രൂഷയും തേയ്ക്കണമെന്നേ എനിക്കുള്ളൂ. നോക്കണം, അവനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ചുള്ള ദൈവിക പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത അവൻ പ്രാപിച്ചപ്പോൾ അവന് പറയാനുള്ളത്, എനിക്ക് ജീവനും വലുതല്ല. ഫിലിപ്പിയർ 1-ാം അധ്യായത്തിൽ താൻ പറഞ്ഞല്ലോ, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭം. ക്രിസ്തു അല്ലാതെ എനിക്ക് ഒന്നുമില്ല, എൻ്റെ ജീവിതം മുഴുവൻ ക്രിസ്തുമയം. ഇതാണ് ദൈവിക പരിജ്ഞാനത്തിൽ ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ആ ലക്ഷണം. അപ്പോൾ അതിന് വിരുദ്ധമായി എന്ത് കാണിച്ചാലും ദൈവത്തെക്കുറിച്ച് ഒന്നും അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ലെന്നാ ചുരുക്കം. അതിൻ്റെ അർത്ഥം മനസ്സിലായി. വേറൊന്നുകൂടെ പറയാം.
ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ടെൽ മി യുവർ ഫ്രണ്ട് ആൻഡ് ഐ ഷാൽ ടെൽ യു ഹൂ യു ആർ. നിന്റെ സ്നേഹിതൻ ആരെന്ന് എന്നോട് പറ, നീ ആരാണെന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നാം ആരുമായി സംസർഗം ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ വളരെ സ്വാധീനിക്കും. അപ്പോൾ ദൈവത്തെ ആത്മീയ പരിജ്ഞാനത്തിൽ, അല്ലെങ്കിൽ ദൈവത്തെ സ്വർഗീയ പിതാവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളരുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവമാണ് നമ്മെ അവൻ സ്വാധീനിക്കും. നമ്മുടെ ലോകത്തിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെയൊക്കെ സ്വാധീനിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ. ഇന്നാരുടെ വിശ്വാസം, അല്ലെങ്കിൽ ഇന്നാരുടെ മാതൃക എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതുപോലെ ദൈവിക പരിജ്ഞാനത്തിൽ എഫേസ്യർ 1:17 പറഞ്ഞ പോലെ തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം മുന്നോട്ട് പോകുമ്പോൾ അവന് നമ്മെ സ്വാധീനിക്കും. അവൻ്റെ സ്വഭാവം, അവൻ്റെ സന്തത സഹചാരിയായി കർത്താവിനോട് കൂടെ വസിക്കുന്നവരെങ്കിൽ തീർച്ചയായിട്ടും അവനെ വീണ്ടും വീണ്ടും അറിയാൻ നമുക്ക് സാധിക്കും. അങ്ങനെ വരുമ്പോൾ ദൈവ സ്വഭാവങ്ങൾ നമ്മൾ നിറയും. അവൻ്റെ താഴ്മ, അവൻ്റെ വിനയം, അവൻ്റെ വിശുദ്ധി, അവൻ്റെ സ്നേഹം, ഇതൊക്കെ നമ്മിലേക്ക് പകരപ്പെടും. അവനെ പോലെ നാമാകും. എന്നാൽ ഇന്ന് കാണുന്നതോ വലിയ വായിൽ കഴിച്ചാൽ പോട്ടാത്ത കാര്യങ്ങൾ പറയും. എന്നാൽ യേശുവിൻ്റെ ഒരു സാമ്യവും ആത്മീയ എന്ന് പറയുന്ന ആളുകൾ പലപ്പോഴും കാണുന്നില്ലല്ലോ. നമുക്ക് വലുതൊക്കെ പറയാനുണ്ട്. കർത്താവ് നമ്മെ അല്പം പോലും സ്വാധീനിച്ചിട്ടില്ല എന്ന് നമ്മുടെ ജീവിതം കാണുമ്പോൾ മനസ്സിലാകും. ഇതാണ് സത്യം. അപ്പോൾ അവൻ നമ്മെ സ്വാധീനിക്കും എല്ലാ രംഗത്തും, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അവൻ നമ്മെ സ്വാധീനിക്കും. കാരണം അവനോട് കൂടുതൽ നടക്കുന്നത്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമ്മളുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ഇവാലുവേഷൻ, അയ്യോ ഞാൻ വീട്ടും പൊടി ഞാനൊന്നുമില്ല, പറഞ്ഞ പോലെ നമ്മളും പറയും, അയ്യോ കർത്താവിനും പലസ് പറഞ്ഞ പോലെ നാവും പറയും, ഞാൻ എല്ലാം ചവർന്നു. മാത്രമല്ല ദൈവ സ്വഭാവം നമ്മെ സ്വാധീനിക്കും. അവൻ്റെ തേജസ്സിനാൽ നാം നിറയപ്പെടും, സ്വാധീനിക്കും. ചുരുക്കി പറഞ്ഞാൽ കർത്താവിനോട് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളരും തോറും അതിൻ്റെ ശ്രേഷ്ഠത പ്രാപിക്കും തോറും നമ്മുടെ ജീവിതത്തെ മുற்றிലുമായി അവൻ സ്വാധീനിക്കും. നാം അവനെ പോലെയാകും. അവൻ്റെ തേജസ് പ്രാപിക്കാൻ നാം വെമ്പും. ദൈവ സ്വഭാവത്തിന് നാം പങ്കാളികളാകും. അവനെ ലോകത്തിന് വെളിപ്പെടുത്തും. എന്നിട്ട് അടുത്ത പൗലോസ് പറയുന്നു, തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, ആ പരിജ്ഞാനമില്ലാത്തവർക്ക് അർത്ഥമില്ല, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരണം. സ്വർഗീയ പിതാവ് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരണം. ജ്ഞാനത്തെ നല്ല പഠിത്തക്കാരാകണം എന്നായിരിക്കും വല്ല ഉദ്ദേശിക്കുക. എന്നാൽ ജ്ഞാനം രണ്ട് തരത്തിലുണ്ട്. ലൗകിക ജ്ഞാനവും ദൈവത്തിൻ്റെ ജ്ഞാനവും. ലൗകിക ജ്ഞാനവും ദൈവത്തിൻ്റെ ജ്ഞാനവും. കൊരിന്ത്യർ 1 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും അക്കാര്യം പൗലോസ് തീർത്ത് പറയുന്നു. 2:6 അത് പറയുന്നുണ്ട്. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ നിങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോകസൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറിഞ്ഞതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി നിങ്ങൾ പ്രസ്താവിക്കുന്നു. അപ്പോൾ ലോകത്തിൻ്റെ ജ്ഞാനമുണ്ട്, ദൈവത്തിൻ്റെ ജ്ഞാനമുണ്ട്. അത് കുറച്ച് വ്യക്തമായി ആക്കുക. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം അല്ലെങ്കിൽ ദൈവിക ജ്ഞാനം ദൈവത്തിൽ നിന്ന് വരുന്നത് ലോകം തരുന്ന ജ്ഞാനമല്ല, ലോകത്തിൻ്റെ ജ്ഞാനമല്ല. ലോകത്തിൻ്റെ ജ്ഞാനം സാത്താനാൽ സ്വാധീനിക്കപ്പെടുന്ന ഇന്നത്തെ ഫിലോസഫി, ചിന്താഗതി എല്ലാം സാത്താൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് പൊതുവെ കാണുന്നത് ദൈവിക ജ്ഞാനത്തിലല്ലല്ലോ ഇടപെടുന്നത്. അതിനെ പൗലോസ് നേരത്തെ പറഞ്ഞായിരുന്നു 2 കൊരിന്ത്യരിൽ, ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ നിങ്ങളോട് ജഡജ്ഞാനത്തിലല്ല, ദൈവം നൽകിയിരിക്കുന്ന നീതിയിലും വിശുദ്ധിയിലും മാത്രമേ പെരുമാറിയിരിക്കുന്നതെന്ന് താൻ പറഞ്ഞല്ലോ. ജഡജ്ഞാനത്തിലല്ല, ലോകത്തിൻ്റെ ജ്ഞാനത്തിലല്ല. ഇന്നോ ലോകത്തിൻ്റെ ജ്ഞാനത്തിൽ, ലോകത്തിൻ്റെ അറിവിൽ, ലോകത്തിൻ്റെ ബുദ്ധിയിൽ, എല്ലാം ലോകത്തിൻ്റെ. എന്നാൽ ദൈവം തരുന്നതല്ല.
അതിനെക്കുറിച്ച് അതിൻ്റെ സ്വഭാവമാണ്, ഗുണമാണ് യാക്കോബ് പറയുന്നത്. ഈ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ജ്ഞാനം വ്യക്തമായിട്ട് പറഞ്ഞു, ഭൗമികം, പ്രാകൃതം, പൈശാചികം. പിശാചിയാണ് നിന്ദിക്കപ്പെട്ടത്. ലോകത്തിലെ ജ്ഞാനത്തിൽ ദൈവവചനത്തിൽ പെരുമാറിയാൽ, ദൈവത്തിൽ ഇടപെട്ടാൽ അത് നിയന്ത്രിക്കുന്ന പിശാചാണ്. അതുകൊണ്ടാണ് വല്ലതും പറഞ്ഞേ, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ, ദൈവം നൽകുന്ന ജ്ഞാനം അത് ലഭിക്കുന്ന എങ്ങനെ? ദൈവവുമായുള്ള പരിജ്ഞാനത്തിലാണ്. അവനെ അറിയും തോറും അവൻ്റെ കൂടെ നടക്കും തോറും അവന് ജ്ഞാനം നമ്മൾ പകരപ്പെടുന്നു. എന്നിട്ട് ആ ജ്ഞാനത്തിൻ്റെ പ്രത്യേകതയും യാക്കോബ് പറഞ്ഞു. 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത് നിർമ്മലമാണ്, പിന്നെ സമാധാനപൂർണമാണ്, ശാന്തതയുള്ളതാണ്, അനുസരണം തെളിഞ്ഞതാണ്, അനുസരണം, പിന്നെ കരുണ, സൽഫലം നിറഞ്ഞത്, പക്ഷപാതവും കപടവും ഇല്ലാത്തത്. ഇതാ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. അല്ലെങ്കിൽ ദൈവം തരുന്നത് ദൈവീകമാണ്. മഹത്വമുള്ള പിതാവ് തരുന്നത് ആ അവനിൽ നിന്നുള്ളതാണ്. അവിടെ ശാഠ്യവും പൈശാചികവും ഒന്നുമല്ല, പിശാചിൻ്റെമായിട്ടുള്ള ഉള്ള ഒന്നുമല്ല. മാത്രമല്ല ദൈവിക പണികൾക്ക്, ദൈവിക പ്രവൃത്തികൾക്ക് ആ ജ്ഞാനം ഉപയോഗിക്കണ്ടേ. പൗലോസ് 1 3 അധ്യായത്തിൽ പറഞ്ഞല്ലോ, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തോണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. അത് മാത്രം ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. പുറപ്പാട് പുസ്തകം വായിച്ചു നോക്കിയാൽ, പുറപ്പാട് പുസ്തകം 31 അധ്യായത്തിൽ ബെസലേലിനെ മോശയ്ക്ക് എല്ലാത്തിൻ്റെ ബ്ലൂ പ്രിൻ്റൊക്കെ കൊടുത്തു, എല്ലാത്തിനെയും മാതൃക കാണിച്ചു. എന്നാൽ ആ സമാഗമന കൂടാരം നിർമ്മിക്കാൻ, പണിയാൻ ബെസലേലിനെ തിരഞ്ഞെടുത്ത്. ഞാൻ ആത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്നു. അതിൻ്റെ 31 അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാം. ഞാൻ ആത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്നു, എല്ലാ പണിയും ചെയ്യാൻ, കൗശല പണി ചെയ്യാൻ, ജ്ഞാനം കൊണ്ട് അവനെ നിറച്ചിരിക്കുന്നു. ദൈവം വിളിച്ച്, ദൈവം തന്നെ ജ്ഞാനം, ദൈവത്തിൻ്റെ പണികളെല്ലാം ചെയ്യാനാണ്. ദൈവത്തിൻ്റെ ശുശ്രൂഷ, ദൈവത്തിൻ്റെ വേല, ദൈവനാമത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ദൈവം തന്നെ ജ്ഞാനത്തിലാണ് ചെയ്യേണ്ടത്. ഇന്ന് നടക്കുന്നതോ ജഡജ്ഞാനത്തിൽ, മാനുഷിക ജ്ഞാനത്തിൽ, പ്രാകൃത ബുദ്ധിയിൽ, ഭൂമിയിൽ നിന്നുള്ളത് ഉപയോഗിച്ച് ദൈവത്തിന് വില ചെയ്യാൻ തുടങ്ങുക. ഫലമോ വലിയ പരാജയവും കലക്കവും പ്രാകൃതവും ഭൗതികവും പൈശാചികവും അത്രയെന്ന് പറഞ്ഞ പോലെ കലക്കമായി മാറുന്നു. ഞാൻ കാണുന്നത് നമ്മുടെ സമൂഹത്തിലുടനീളം, സഭകളിൽ ഉടനീളം, വേർപെട്ടവരെന്ന് പറയുന്നതിലുടനീളം നിങ്ങൾ കാണാൻ കേൾക്കാൻ ബുദ്ധിയുള്ള നിർമ്മല കന്യപോലെ ഒരുങ്ങിയിരിക്കുന്നു പറയുന്നതിലുടനീളം നാം കാണുന്നത് എന്താ? കലക്കം. അത് കലക്കം എവിടുന്ന് വരുന്നു? ദൈവത്തിന് നല്ലല്ലോ. അത് യാക്കോബിനെ തെളിച്ചു പറഞ്ഞതിനെക്കുറിച്ച് 13 ഞാൻ 3-ാം അധ്യായത്തിൽ യാക്കോബ് 3-ന്റെ 13-ഉം 14-ഉം കൂടെ വായിക്കാം. നിങ്ങൾ ജ്ഞാനിയും വേഗിയുമായവനാ, അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരുദ്ധമായി പ്രശംസിക്കുകയും പോഷകുകയും വരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, തെളിച്ചങ്ങ് പറയും. അപ്പോൾ നമ്മുടെ അളവുകൾ ദൈവമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ദൈവം നിന്ന് അവൻ്റെ വചനപ്രകാരം നാം ജഡജ്ഞാനത്തിലും ലോകജ്ഞാനത്തിലും ദൈവസഭ പണിയാൻ പോയാൽ ഇന്ന് കാണുന്ന പോലെ കലക്കവും ശണ്ടും കേസും വഴുക്കും കൂട്ടും ഭിന്നതയും കോലാഹലവും ഒക്കെ ഉണ്ടാകും. ഇതിൻ്റെ എല്ലാം നടുവിൽ കുറേ അന്യമായിട്ട് പറഞ്ഞതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. യാതിനും പറയിപ്പിക്കാൻ കഴിയും. പിണക്കവും വ്യവഹാരവും മത്സരവും തമ്മിലടിയും നടത്തിയേച്ച് ഭിന്നതയും ഒക്കെ കാട്ടിക്കൂട്ടിയേച്ച് ഭാഷ കുറേ പറഞ്ഞാൽ മതി, മറുഭാഷ കുറേ പറഞ്ഞാൽ മതി, അത് വൈകാരികം. എന്നാൽ ദൈവജ്ഞാനത്തിൽ ദൈവം പൗലോസ് എഫെസോസിലെ വിശുദ്ധരിൽ പറയുന്നത് നിങ്ങൾക്ക് ജ്ഞാനം ആവശ്യം. കൊരിന്ത്യൻ ലേഖനത്തിൽ താൻ പറഞ്ഞ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായിട്ട് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ, ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനത്തിൽ നാം വളർന്നാൽ, നാം മുന്നോട്ട് പോയാൽ ദൈവിക ജ്ഞാനം നമുക്ക് ലഭിക്കും. മാത്രമല്ല അടുത്ത വേറൊരു കാര്യം കൂടെ പറഞ്ഞു.
വെളിപ്പാട്. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങൾക്ക് വെളിപ്പാട് വേണം. ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് ദൈവിക വെളിപ്പാട് വേണം. പൗലോസ് അത് എടുത്തെടുത്ത് പറയുന്നുണ്ടല്ലോ, എനിക്ക് വെളിപ്പാടിനാൽ എഫേസ്യർ 3-ാം അധ്യായത്തിൽ വെളിപ്പാടിനാൽ ഒരു മർമ്മമറയായി വന്നു. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ വെളിപ്പാടുകളുടെ ആധിക്യം. ഇന്ന് കർത്താവിന് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ലാതെ അല്ലെങ്കിൽ അവനുമായ സംസർഗമില്ലാതെ തോന്നുപോലെ നടന്നിട്ട് വല്ല പേക്കിനാവും വെളിവീടും കാണിച്ചാൽ അത് ദൈവം അംഗീകരിക്കില്ല. ഇന്ന് നടക്കുന്ന അതാണ്. ഈ സത്യം, യാഥാർത്ഥ്യം ഇത് അംഗീകരിക്കാനോ ഇത് ഉൾക്കൊള്ളാനോ പലരും തയ്യാറാകുന്നില്ലല്ലോ. അപ്പൊ ജ്ഞാനവും വെളിപ്പാടും വരുന്നത് ഈ ദൈവവചന പ്രകാരം ദൈവമാണ്. ദൈവത്തിൽ നിന്ന് തന്നെ ദൈവം തരണം. മഹത്വമുള്ള പിതാവ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് തരണം. പൗലോസ് യാചിക്കാണ്. കാരണം അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രാപിച്ചു. ആ പരിജ്ഞാനത്തിൻ്റെ ശ്രദ്ധ ഉണ്ടായപ്പോൾ തനിക്കത് അനുഭവപ്പെട്ടു. അതുകൊണ്ട് മാത്രമല്ല, വേറൊരു പ്രധാന കാര്യം കൂടെ അവിടെ ഉണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ചോദിച്ചല്ലോ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്ന കുറെ എന്ത് വന്നാലും. കാരണം കർത്താവിനെ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവനെക്കുറിച്ച് കൂടുതൽ 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 അറിയുന്തോറും ആ ബന്ധം ദൃഢമാകുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് സൂചിപ്പിച്ചു വിട്ടതല്ലോ. കാരണം വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നവരെ സ്നേഹത്തിൽ ശരിയായ ദിവ്യ സ്വഭാവത്തിൽ ഉള്ള വ്യക്തികൾ ബന്ധം ദൃഢമാകും. ഇതുപോലെ എൻ്റെ കർത്താവിനുള്ള ബന്ധത്തിൽ നിന്ന് ഒരുത്തരും എന്നെ പിരിക്കത്തില്ല. എത്ര ഉറപ്പാടാണ്. അവസാനം മരണം കാത്തിരിക്കുമ്പോഴും താൻ പറഞ്ഞായിരുന്നു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് ആരാണെന്ന് എനിക്കറിയാം. ഞാൻ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനാണെന്നും എനിക്കറിയാം. കാരണം ആ പരിജ്ഞാനം അവൻ പ്രാപിച്ചു. ഇന്ന് കലക്കവും മത്സരവും തളർച്ചയും ഒക്കെ ഉണ്ടാകുന്നെങ്കിൽ അതിന് കാരണം ഇതാ, അവനെക്കുറിച്ച് അറിയത്തില്ല, അവനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുമില്ല. ഏതോ യോബ് പറഞ്ഞ പോലെ ഒരു കേൾവി കേട്ടു, സങ്കല്പത്തിൽ ജീവിക്കുക. ദൈവത്തെ കാണാൻ അവർ കഴിയുന്നില്ല, ദൈവത്തിൻ്റെ വെളിപ്പാട് കിട്ടുന്നില്ല, ദൈവത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പരിജ്ഞാനം നമുക്ക് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ദൈവിക ജ്ഞാനം നമ്മൾ വ്യാപരിക്കും. ദൈവിക ജ്ഞാനം നമ്മൾ വ്യാപരിച്ചാൽ ആ ജ്ഞാനത്തിനൊത്തോണം നാം കർത്താവിൻ്റെ കാര്യങ്ങൾ ഇടപെടും. ജ്ഞാനമുള്ളവരായി, ജ്ഞാനത്തോടെ, ദൈവിക ജ്ഞാനത്തോടെ, ഭൂമിയിലെ ജ്ഞാനമല്ല, ഭൂമിയിലെ ഫിലോസഫിയല്ല, ദൈവത്തിൻ്റെ ജ്ഞാനത്തോടെ നാം ഇവിടെ ഇടപെടും, നാം പ്രവർത്തിക്കും. നമ്മുടെ ജീവിതവും ശുശ്രൂഷയും ധന്യമുള്ളതായിത്തീരും. മാത്രമല്ല ദൈവിക വെളിപ്പാട് നാം പ്രാപിക്കും. ദൈവിക വെളിപ്പാടിനത്തോണം നാം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ശ്രേഷ്ഠമാകും. കാര്യം കാണിച്ചു തരുന്ന കർത്താവില്ലേ, വഴി കാണിക്കുന്ന കർത്താവില്ലേ, ആലോചന പറയുന്ന കർത്താവില്ലേ, ഉപദേശിക്കുന്ന കർത്താവില്ലേ. ഇന്ന് അത് സാധിക്കുന്നില്ലല്ലോ. ഇവിടുത്തെ കുറേ ഡിഗ്രിയുടെ വെളിച്ചത്തിലോ ഇവിടുത്തെ പാണ്ഡിത്യത്തിൻ്റെ വെളിച്ചത്തിലോ മറ്റേ വലിയ തിയോളജിയന്മാരുടെ ആലോചന അനുസരിച്ചോ ഒക്കെ ചെയ്തേച്ച് കാര്യം നമ്മൾ അപകടത്തിച്ചാണ്. വേറൊരു കാര്യം കൂടെ, ഇത് കൊണ്ടാകണമെന്ന് പറഞ്ഞത് ചില പ്രത്യേക വ്യക്തികൾക്കല്ല, പണ്ഡിതന്മാരായ കുറേ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്കല്ല. പിന്നെ ആ ലേഖനം എഫെസ്യർ 1-ാം വാക്യം, ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തു യേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. അല്ലെങ്കിൽ ഇത് പാസ്റ്റർമാർക്ക്, അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർക്ക്, അല്ലെങ്കിൽ പണ്ഡിതന്മാർക്ക് മാത്രമേ ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനവും അതുമൂലമുള്ള ജ്ഞാനവും അതുമൂലമുള്ള വെളിപ്പാടും ഉണ്ടാകണമെന്നല്ല പൗലോസ് പറഞ്ഞേ. വിശ്വാസികൾക്ക്, എഫെസോസിലുള്ള വിശ്വാസികൾക്ക് ഏവർക്കും കർത്താവിനെ, യേശുവിനെ
രക്ഷിതാവായി സ്വീകരിച്ച ഏതൊരു വിശ്വാസിക്കും ഈ അനുഭവം ഉണ്ടാകണമെന്ന് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടല്ലേ ഞങ്ങൾ പ്രാർത്ഥിച്ചേ. അപ്പോൾ പ്രാരംഭമായി മുന്നോട്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രാരംഭമായി അവൻ പറയാണ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ഇതാണ്, എന്നെക്കുറിച്ച് പരിജ്ഞാനം നിങ്ങൾക്കുണ്ടാണ്. ആ പരിജ്ഞാനത്തിൻ്റെ ഫലമായി അല്ലെങ്കിൽ ഞങ്ങളുടെ പരിജ്ഞാനം ഉണ്ടാകുമ്പോൾ മറ്റു വാക്ക് പറഞ്ഞ കർത്താവിനെ, ദൈവത്തെ അനുഭവിച്ചറിയുന്നവരാകണം. ഓരോ നാളും ആ ബന്ധം ദൃഢമാകണം. അവൻ നമ്മെ സ്വാധീനിക്കണം. നമ്മുടെ സ്വഭാവ വിശേഷങ്ങളെല്ലാം ദൈവമായി മാറണം. അവനുമായുള്ള സമ്പർക്കത്തിലൂടെ അവനെ അറിഞ്ഞ് അവന് വേണ്ടി സകലവും തേച്ച് അവനോട് ചേർന്നിരിക്കണം. മറ്റെന്തിനേക്കാൾ വലുതായി എന്നെ കർത്താവിനെ കാണണം. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ആ ദൈവമായി ജ്ഞാനം നിങ്ങൾക്ക് തരും. മാത്രമല്ല തുറന്ന വെളിപ്പാടും നിങ്ങൾക്ക് തരും. അങ്ങനെ വരുമ്പോൾ അടുത്തൊന്നുണ്ടാകും. സാധാരണ നമ്മൾ ഈ 18-ാം വാക്യം പോലെ പറയുക ഹൃദയത്തിൽ പ്രകാശിക്കുന്നതിനെ കുറിച്ച്. എന്നാൽ ഈ അനുഭവം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവും അതിൻ്റെ ഫലമായി പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവിനെ നാം പ്രാപിച്ചാൽ അടുത്ത് നടക്കുന്നതാണ് ഹൃദയദർശി പ്രകാശിപ്പിച്ചിട്ട് കണ്ണ് തെളിയും. കണ്ണ് തെളിയുമ്പോൾ എന്താ ഉണ്ടാകുക? ആ കണ്ണ് പ്രകാശിക്കുമ്പോൾ ബാഹ്യ നയനങ്ങളല്ല, ആ കണ്ണ് പ്രകാശിച്ച് അവൻ നമ്മെ എന്തിനാണ് വിളിച്ചത്? സ്വർഗീയ വിളിയുടെ ശ്രേഷ്ഠത. ഞാനത് ചില വീഡിയോ ചെയ്തതാണ്, അതൊന്ന് വിശദമായി മുന്നോട്ട് പോകുന്നില്ല. സ്വർഗീയ വിളിയുടെ ശ്രേഷ്ഠത വല്ല ഗുണവുമുണ്ടോ? ആ തമിഴിൽ ഇങ്ങനെയാണ്, താം നമ്മെ അഴിത്തതിനാൽ നമുക്ക് ഉണ്ടായിരിക്കുന്ന നമ്പിക്ക ഇന്നതിൻ്റെ അറിയുമ്പോട്ട് അവൻ നമ്മെ വിളിച്ചതുകൊണ്ട് നമുക്കുണ്ടായിരുന്ന പ്രത്യാശ എന്താന്ന് അറിയുന്നതിന് വേണ്ടി. എന്താ പ്രത്യേകിച്ച് അമ്മകളെ? അവൻ്റെ വിളിയാനുള്ള പ്രത്യാശ ഏതാണ്? മാത്രമല്ല വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം. വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം. ഇന്ന് ഒന്ന് അത് തിരിച്ചറിയണമെങ്കിൽ കണ്ണു തുറക്കണം. അപ്പോൾ വേറെ മാത്രമല്ല വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, ലിമിറ്റ്ലെസ് പവർ, പരിമിതികളില്ലാത്ത, ആർക്കും അളക്കാൻ കഴിയാത്ത, ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട് ഇൻഫിനിറ്റി. എല്ലാ അളവും കഴിയുന്നതിനും അളവിനും അപ്പുറമുള്ള ഇൻഫിനിറ്റി. അതുപോലെ ഇൻഫിനിറ്റ് പവർ, അതിന് പരിധിയില്ല, ആർക്കും അളക്കാൻ കഴിയില്ല. ആ ശക്തിയും അനുഭവിച്ചറിയണം. അതിനെ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത് അനുഭവിച്ചറിയണമെങ്കിൽ ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനം വേണം. ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. നമ്മുടെ ചാട്ടവും ബളവും എല്ലാം വെറും 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 പൊള്ളയാണ്. നാം ഇവിടെ കിടന്ന് എന്താ അഭ്യാസം കാണിച്ചാലും ഇത് നമുക്കില്ലെങ്കിൽ ഇല്ല. പെർഫോമൻസ് നടത്തുന്ന പോലെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു, ഷിംജോങ് കാണിക്കുന്ന പോലെ. ഇപ്പോൾ ഫെലിസേരെ കണ്ണുകുത്തി പിടിച്ചു കഴിഞ്ഞപ്പോൾ കണ്ണടഞ്ഞു പോയി. പൊട്ടിക്കഴിഞ്ഞപ്പോൾ അവനെ കൊണ്ടുവന്ന് കളിക്കാൻ കയറ്റി. അവൻ കൂത്താടുന്നു, ജനം ആസ്വദിക്കുന്നു. ഇന്ന് ഇതല്ല നടക്കുന്നേ. അപ്പോൾ അവൻ തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്കുണ്ടാകുമ്പോൾ ആ പരിജ്ഞാനത്തിൻ്റെ ഫലമായി സ്വർഗീയ ജ്ഞാനവും സ്വർഗീയ വെളിപ്പാടും നമുക്കുണ്ടാകുമ്പോൾ കാര്യം നമ്മുടെ അകക്കണ്ണ് തുറക്കുക. അകക്കണ്ണ് തുറക്കുമ്പോഴാണ് ദൈവം നമ്മെ വിളിച്ചത്. എന്തിനാ? ദൈവത്തിൻ്റെ അവകാശത്തിൻ്റെ ധനത്തിൻ്റെ ശ്രേഷ്ഠത എന്താ? മാത്രമല്ല വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ്റെ ശക്തിയുടെ ഒരു പരിധിയുമില്ലാത്ത അളവറ്റ വലിപ്പം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അതറിയാൻ സാധിക്കുക. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. പൗലോസ് പ്രാർത്ഥിക്കുക. അപ്പോൾ പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ തനിക്കൊരു അനുഭവമുണ്ട്. തൻ്റെ ജീവിതത്തിൽ അത് പ്രാപിച്ചു. താൻ പ്രാപിച്ചത് തൻ്റെ ജനവും പ്രാപിക്കണം. താൻ അനുഭവിച്ചത് തനിക്കുള്ളവരും അനുഭവിക്കണം. പ്രിയ ദൈവജനമേ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ഈ നാളുകൾ ഇവിടെ കാണിക്കുന്ന അഭ്യാസങ്ങളൊന്നും അല്ല വലുത്. കർത്താവായ യേശുവിനെ അറിഞ്ഞ് കർത്താവ് പറഞ്ഞായിരുന്നല്ലോ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ക്രിസ്തുവിനെ രുചിച്ചറിയുന്നതാണല്ലോ ദൈവത്തെ അറിയുന്നത്. അപ്പോൾ അവനോടുള്ള ആ പരിജ്ഞാനം പ്രാപിക്കുന്നതോറും
അല്ലെങ്കിൽ കർത്താവിനോട് കൂടെ നടക്കും തോറും അവനെ വിട്ട് പിരിയാതിരിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കും. ലോകത്തിലൊരു ശക്തിക്കും നമ്മെ താഴ്ത്തുവാൻ കഴിയില്ല, ഒരു ശക്തിക്കും നമ്മെ ക്ഷീണിപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ വിശ്വാസയാത്രയിൽ നാം മുന്നേറും. മാത്രമല്ല ഈ ജ്ഞാനം നമ്മൾ വ്യാപരിക്കും. സ്വാഭാവികമായി നമുക്ക് സംഭവിക്കും. ഇതൊന്നും നമുക്ക് തരാതിരിക്കണമെന്നല്ലല്ലോ ദൈവത്തിന്. നാം അനുഭവിക്കണം. ഇതിനകത്തിൽ പിന്നെയും പറയുന്നുണ്ട്, ദൈവത്തിന് എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണയായ പ്രായത്തിനാണ് പ്രാപിക്കണം. ദരിദ്രവാസികളായിരിക്കാനല്ല, ലോകത്തിലെ ഉന്നതന്മാരായിരിക്കാനല്ല, ആത്മീയമായി ദരിദ്രവാസികളും ലോകത്തിൽ വലിയവനുമായിരിക്കാനല്ല. അപ്പോൾ ഈ നാളുകളിൽ ദൈവിക പരിജ്ഞാനം പ്രാപിച്ച് തൽഫലമായ ദൈവിക ജ്ഞാനവും ദൈവിക വെളിപ്പാടുമുള്ളവരായി, ആ ദൈവിക വെളിപ്പാടോ തോന്നണം. നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാകും, നമ്മുടെ ആൾക്കണ്ണ് പ്രകാശിക്കും. ആ വിളി എന്തിനു വേണ്ടിയാണ് എന്ന് നാം അറിയും. ദൈവശക്തിയുടെ അമിതമായ വ്യാപാരം നാം അനുഭവിച്ചറിയും. ക്രിസ്ത്യ ജീവിതം ധന്യമാകും. കർത്താവിൽ നാം ധന്യരാകും. ആ നിലയ്ക്കുള്ള ക്രിസ്ത്യ ജീവിതം നാം നയിക്കുന്നുണ്ടോ എന്നാണ് ഒന്ന് നമ്മെക്കുറിച്ച് തന്നെ വിചിന്തനം ചെയ്യുന്നത് നന്നായിരിക്കും. എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് ഈ നിലയിലുള്ളത് പ്രാപിക്കാൻ കഴിഞ്ഞിട്ട് ഇല്ല, എന്തോ കാര്യമായി തകരാറുണ്ട്. നമ്മുടെ ജീവിതം ശരിയായ ദിശയിലല്ല. ആകയാൽ അവനെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിച്ചു. ആ പരിജ്ഞാനത്തിൻ്റെ ഫലമായി ദിവ്യജ്ഞാനവും ദിവ്യ വെളിപ്പാടുമുണ്ടായി. അതിൻ്റെ ഫലമായി ഹൃദയദർശി പ്രകാശിച്ച് നാൾക്ക് നാൾ അവൻ നമ്മെ വിളിച്ചതിന് എന്തിനാണെന്നറിഞ്ഞ് അതിനനുസരിച്ച് അവൻ മുന്നോട്ട് നീങ്ങി അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നെന്ന് ഗ്രഹിച്ച് ആ ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനത്തിൽ നാം വളർന്ന്, അത് മാത്രമല്ല നാം ദൈവശക്തി വിശ്വസിക്കും തോറും അളവില്ലാത്ത ദൈവശക്തി നമ്മയിൽ പകരപ്പെടുന്നത് അനുഭവിച്ചത് ശക്തരായി, ഒന്നിലും പതറിപ്പോകാത്തവരായി, ഇളകിപ്പോകാത്തവരായി, വാടിപ്പോകാത്തവരായി, ഉറച്ചു നിൽക്കുന്നവരായി, വീര്യം പ്രവർത്തിക്കുന്നവരായി നമ്മുടെ ജീവിതം മാറും. ആ നിലയ്ക്കാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആലോചന ചിന്തിപ്പാൻ അവിടുന്ന് ഒരു അവസരം കൂടെ തന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ സ്വർഗീയ പിതാവ് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിനെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെയും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ ഹൃദയദർശി പ്രകാശിപ്പിച്ച് അങ്ങനെ വിളിയാനുള്ള ആശയം ഇന്നതെന്നും വിശ്വസന്മാരുടെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഞങ്ങളുടെ ശക്തിക്ക് എത്രയോ അളവല്ലാത്ത ആളുകൾ മനസ്സിലാക്കി ധന്യരായി ജീവിപ്പാൻ ഇളവരെ സഹായിക്കണമേ. അതാ എന്നെ കേൾക്കുന്നവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. അങ്ങനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുന്നുണ്ടോ, പരിജ്ഞാനത്തിൽ ജീവിക്കുന്നുണ്ടോ എന്ന് ചിന്തിപ്പാൻ ഇടയാക്കണമേ. തങ്ങളെ ഭരിക്കുന്നത് ദൈവജ്ഞാനമോ ലോകത്തിന് ജ്ഞാനമോ എന്ന് ചിന്തിപ്പാൻ സഹായിക്കണമേ. കർത്താവെ, അങ്ങ് നൽകുന്ന വെളിപ്പാട്ടിലാണോ മുന്നോട്ട് പോകുന്നതെന്ന് ചിന്തിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ഹൃദയദൃഷ്ടി മങ്ങിയോ പ്രകാശിച്ച അവസ്ഥയിലാണോ എന്ന് ചിന്തിപ്പാൻ സഹായിക്കണമേ. കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ, അനുഗ്രഹപ്രദമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.